അമേരിക്കയിലെ US സെനറ്റ് പ്രൈമറി തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അബ്ദുൽ എൽ സയ്യിദ് എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം വിജയിച്ചതോടുകൂടി റിപ്പബ്ലിക്കൻ പാർട്ടിയും സംഘവും കടുത്ത അധിക്ഷേപം അഴിച്ചുവിട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ JD വാൻസും ട്രംപും അടക്കമുള്ളവർ എല്ലാവരും എല്ലാത്തരം പ്രചാരവേലകളെയും അതിജീവിച്ചാണ് അമേരിക്കൻ സമൂഹത്തിലെ ഈ പ്രൈമറി തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അബ്ദുൽ എൽ സയ്യിദ് എന്ന് പറഞ്ഞ ഒരാൾ വിജയിച്ചത്. അമേരിക്കയുടെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുസ്ലിം വ്യക്തിയും സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ 2022 പെൻസിൽവാനിയയിൽ നിന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ മുഹമ്മദ് ഓസ് എന്ന് പറയുന്ന ആൾ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. US-ൻ്റെ സെനറ്റിൽ വന്നില്ലെങ്കിലും സംസ്ഥാന സെനറ്റുകളിൽ മുസ്ലിം പ്രതിനിധികളായി നബീല ഇസ്ലാം, ഗസാല ഹാഷ്മി, ഉമർ ഫത്തെ എന്നിവരൊക്കെ വിവിധ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. US-ൻ്റെ ജനപ്രതിനിധി സഭ അഥവാ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഇൽമാൻ ഒമർ മിനസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം, അതുപോലെ റഷീദ തയ്യിബ് മിഷിഗണിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം, ആൻഡ്രേ കാർസൺ ഇന്ത്യാനയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം എന്നിവർ വിവിധ ഘട്ടങ്ങളിൽ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ അബ്ദുൽ എൽ സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ ഈ പ്രൈമറിയിലേക്കാണ് ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചപ്പോഴുള്ള പുകിൽ. അദ്ദേഹത്തിനെതിരെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് 9/11 അമേരിക്കയിലുണ്ടായ ആ ആക്രമണമുണ്ടല്ലോ, ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിൻ്റെ പങ്കാളിത്തം അടക്കമുള്ളവയാണ് ഇദ്ദേഹത്തിലേക്ക് പരോക്ഷമായി എത്തത്തക്ക വിധം ആരോപണം ഉന്നയിച്ചത്. ഹസൻ ബിക്കർ എന്ന് പറയുന്ന ഒരാളുടെ പഴയ പരാമർശം ഒക്കെ എടുത്തു വെച്ചാണ് ഇതിനുവേണ്ടി അദ്ദേഹത്തെ ഉപയോഗിച്ചത്. കൂടാതെ റിപ്പബ്ലിക്കുകളും അതുപോലെയുള്ള വലതുപക്ഷ തീവ്ര നിലപാടുകാരും ഇദ്ദേഹത്തിന് ഈ ആഗോളതലത്തിൽ ഉള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു. അതൊരു സ്ഥിരം പതിവാണ്. അതേ ആരോപണങ്ങളെ അതിജീവിച്ചാണ് നമ്മുടെ മേയർ സൊഹ്റാൻ മംദാനി ഒക്കെ ജയിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരെയും അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞാണ് അദ്ദേഹത്തെ പ്രൈമറിയിലേക്ക് വിജയിപ്പിച്ചത്. എൻ്റെ പേര് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ വിഭജിക്കാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമിക്കുന്നതെന്നും അത് ഉയർന്ന പലചരക്ക് വിലയ്ക്കോ പണപ്പെരുപ്പത്തിനോ പരിഹാരമല്ലെന്നും ആയിരുന്നു ഈ ഇരയാക്കപ്പെട്ട ആളിൻ്റെ, ആക്ഷേപിക്കപ്പെട്ട ആളിൻ്റെ മറുപടി. എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വിലക്കയറ്റമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കേണ്ടതിന് പകരം എൻ്റെ ജാതിയും മതവും ഉന്നയിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ നല്ല പ്രചാരവേലയല്ല എന്നാണ് പറയുന്നത്. ഏതായാലും അത്തരം ഒരാളുടെ വിജയം പോലും, അത് പ്രൈമറിയിലേക്കാണെങ്കിൽ പോലും, അത് വലിയ അസ്വസ്ഥതയും ചർച്ചയുമാണ് അവിടെ ഉണ്ടാക്കിയത്.